തിരുവനന്തപുരം നഗരൂരിൽ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിൽ വിദ്യാർത്ഥി കുത്തേറ്റ് മരിച്ചു. അട്ടപ്പാറയിൽ ഭാര്യയെ കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. പാലക്കാട് അട്ടപ്പാടി അരളിക്കോണത്ത് മകൻ അമ്മയെ ഹോളോ ബ്രിക്സ് കൊണ്ട് തലക്കടിച്ചു കൊന്നു. തിരുവനന്തപുരത്ത് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. കോഴിക്കോട് പുതുപ്പാടിയിൽ ലഹരി മരുന്നിനടിമയായ മകൻ കിടപ്പ് രോഗിയായ മാതാവിനെ വെട്ടിക്കൊന്നു. തിരുവനന്തപുരം വെഞ്ഞാറമൂട് 6 പേരെ വെട്ടിക്കൊലപ്പെടുത്തി. റാഗിങ്ങിനെ തുടർന്ന് 15-കാരനായ മിഹിർ ജീവനൊടുക്കി. എറണാകുളം ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊന്നു. തൃശൂരിൽ യുവാവിനെ കുത്തിക്കൊന്ന വിദ്യാർത്ഥികൾ കഞ്ചാവിനടിമ. ആലുവയിൽ ജിം ട്രെയിനർ വെട്ടേറ്റ് മരിച്ച. പാലക്കാട് ഉപ്പുംപാടത്ത് യുവതിയെ ഭർത്താവ് കുത്തിക്കൊന്നു. നമ്മളെല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? അറിയോ ആർക്കെങ്കിലും? കൊല്ലം അവസാനമാകുമ്പോൾ നമ്മൾ പറയും അടുത്ത കൊല്ലം ശരിയാവടാ, നമ്മളെല്ലാ പ്രശ്നങ്ങളും തീരും. ഒട്ടുമിക്ക ആൾക്കാരും പറയലുണ്ട്. ഇതിപ്പോ 2025 ഇപ്പോൾ പറയേണ്ട ഒരു അവസ്ഥ 2026 ആകുമ്പോഴത്തേന് നമ്മളൊക്കെ ഇതുപോലെ ജീവനോടെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ കേരളം പോകുന്ന പോക്ക്. നിങ്ങൾ കണ്ടില്ലേ? തുടങ്ങിയപ്പോൾ 2025 തുടങ്ങിയപ്പോൾ മുതൽ ഈ വാർത്ത മാത്രമേ കേൾക്കാനുള്ളൂ. ലഹരിക്ക് അടിമയായിട്ട് ഉമ്മാനെ കൊന്നു, ഉപ്പാനെ കൊന്നു, ഫാമിലീനെ വെട്ടിക്കൊന്നു. ഇതെങ്ങോട്ടാണ് പോകുന്നത്? വെറുതെ അല്ല അവിടെ കേരളം വിട്ട് അന്യരാജ്യത്ത് പോയാണ്ട് നിൽക്കുന്ന, പേടിച്ചിട്ടാവും. നന്നാവൂല. നമ്മളെ കേരളവും നിയമവും ഒക്കെ ഒരുപോലെ, എന്നും ഒരുപോലെ തന്നെ ഉണ്ടാവുള്ളൂ. എന്താ ചെയ്യുക?